ചിന്തപ്പാ എന്നത്തെ ഐറ്റങ്ങൾ? ചിക്കൻ മന്തി ഉണ്ടാക്കണേ. ചിക്കൻ മന്തിയാ? ചിക്കൻ മന്തിയും സലാഡോ? ഓക്കെ. മന്തിക്ക് വേണ്ടിയുള്ള രഹസ്യക്കൂട്ടുണ്ട്. ഞങ്ങളിത് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറിയാത്ത് ഡാമിൻ്റെ താഴെയുള്ള വശത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് പോകണം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി പോകുമ്പോ ഇത്ര സാധനം ചോക്കാനില്ലല്ലോ, വയറ് മാത്രമേ ഉള്ളൂ. മുളക് പൊടി ഉണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ട്, മറ്റേ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ അല്ലറ ഇല്ലറ നമ്മുടെ ഈ എല്ലാം കൂടി ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് മാറ്റി മന്തിയാണല്ലോ, മന്തി ബിരിയാണി എന്നാ പറഞ്ഞ കേരള സ്റ്റൈൽ. അതെ, നമ്മുടെ സ്റ്റൈല്. പുറത്താ പോകുന്നത്. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്, ചിക്കൻ ആദ്യം കഴുകി വാരി നമ്മുടെ ഒരു രഹസ്യക്കൂട്ടും അതിൻ്റെ നോർമലി ആയിട്ടുള്ള മസാലകളൊക്കെ തേച്ച് നമ്മൾ ആദ്യം ചെറിയ എണ്ണയിൽ അത് വറുത്ത് പോരുന്നു. വറുത്ത് കോരി ബാക്കിയുള്ള നമ്മൾ റൈസ് അത് ഇങ്ങനെ ഉണ്ടാക്കി റൈസ് ആക്കിയിട്ട് ഇതിനുള്ളിലേക്ക് സെറ്റാക്കിയിട്ട് പിന്നെ അതൊരു ദമ്മ് പോലെ ആക്കി എടുക്കുവാണ് നമ്മുടെ പ്രോസസ്സ്. അങ്ങനെ നമ്മൾ ചിക്കൻ മന്തി എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കുന്നു. ഞങ്ങളുടെ കളിക്കുന്ന വെട്ടായിരിക്കും കേട്ടോ, നിങ്ങൾ വെട്ടുന്നില്ല. എത്ര ക്ലാസ് അരി ഇടാന്നാ പറഞ്ഞേ? 12 പേരുണ്ട്. 6 ക്ലാസ് തൊട്ട് 8 ക്ലാസ് വരെ ഇടും. പക്ഷെ ഞാൻ 10 ക്ലാസ് ഇടും. അല്ല ഇടാം, ഇത് സിമ്പിൾ ആയിട്ട് കഴിക്കാൻ പറ്റും. ആണോ? രണ്ടായിട്ട് വേവിക്കേണ്ടി വരും തോന്നുന്നു. ഷിൻഡപ്പാ അരി ഇടാം, പക്ഷെ രണ്ടായിട്ട് വേവിക്കേണ്ടി വരും. ഇപ്പൊ 8-10 ക്ലാസ്സായി ഇത് ആയിട്ടുണ്ട്. നീ ചൂടാറണം. ഇപ്പോഴറിഞ്ഞേ ഇത്ര നന്നായിട്ട് പാചകം ചെയ്യുന്നു? എന്റെ കൂടെ നിന്നപ്പോഴൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പാചകം ചെയ്യുന്നത്. ചിന്റെ പിന്നത്തെ എന്തൊക്കെ അറിയട്ടെ ഈ അരിക്കുള്ളില്? കറുവപ്പട്ട, ഗ്രാമ്പു, ഇറക്കി നമ്മുടെ പലവ്യഞ്ജനം പലവ്യഞ്ജനം. എന്തൊക്കെ ഈ പലവ്യഞ്ജനം എന്ന് വെച്ചാല്? കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ നമ്മുടെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സാധനം, പേര് തെക്കോലം. എല്ലാം കൂടി ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചേക്കും. ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡാമിൻ്റെ അടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതാണ് കൊറിയാത്ത് ഡാം. ഇപ്പോൾ നമ്മളിതിൻ്റെ അടിവശത്താണ് ഉള്ളത്. കണ്ട് ഇവിടുത്തെ പാറകൾ ശ്രദ്ധിച്ചാൽ മതി. പല ഭയങ്കര കുത്തൊഴുക്കുകളും പ്രഷറും കാരണമെല്ലാം പാറകളിലെ ഒരു നല്ല മണുണ്ട്. അപ്പം സെറ്റായി. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടില്ലേ ചാപ്പാ? അപ്പൊ ഇന്നലത്തെ എരി വെച്ച് നോക്കുമ്പോ സെറ്റ്. എല്ലാവരും വേറെ അറിഞ്ഞു കൈ കഴി.